ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വർക്ക് വിത്ത് അരുണിമ. അപ്പോൾ വീണ്ടും ഒരു മിനി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. സോ എൻ്റെ ഒരു 2 years കൊണ്ടിട്ടുള്ളൊരു കാത്തിരിപ്പിന് ഇന്നൊരു വിരാമമാണ്. അതായത് വേറൊന്നുമല്ല, എൻ്റെ പല്ലിലെ ക്ലിപ്പ് എടുക്കാൻ പോവാണ്. ഓക്കെ, ഇതിപ്പോൾ ഇട്ടിട്ട് 2 years കൂടുതലാവുന്നു. അതായത് ഐ തിങ്ക് 2021 ആണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടത്. എന്നാ ശരിയായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അന്നിട്ടതാണ്. അന്ന് എൻ്റെ പഴയ പല്ലെന്ന് പറയുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിലത്തെ ഈ ഒരു പല്ല് മാത്രം ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന ഒരു ടൈപ്പ് പല്ലായിരുന്നു. എനിക്ക് ഭയങ്കര, അമ്മയൊക്കെ പറയും എനിക്കത് ഭയങ്കര ഐശ്വര്യമായിരുന്നു, പക്ഷേ എനിക്കെന്തോ അത് വൃത്തികേടായിട്ട് തോന്നി. പിന്നെ എന്താ പറയുക, അങ്ങനെ അത് ക്ലിപ്പിട്ടതാണ്. ഞാൻ +1 സ്റ്റാർട്ടിങ് ടൈമിലാണ്, +1 പഠിക്കുമ്പോൾ +1 തുടങ്ങിയ ഒരു ടൈമിലാണ് ഞാൻ ക്ലിപ്പിട്ടത്. ഇപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു നീണ്ട ഒരു കാത്തിരിപ്പ്, വർഷങ്ങൾ കൊണ്ടുള്ളൊരു കാത്തിരിപ്പിന് ഇന്ന് വിരാമം. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ലേറ്റ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ 2 സൈഡ് 4 പല്ലായിട്ട് എടുത്തായിരുന്നു. അപ്പോൾ ആ പല്ലിൻ്റെ ഗ്യാപ്പ് അടഞ്ഞാലേ ക്ലിപ്പ് മാറ്റുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. എനിക്ക് പല്ല് അടയാനായിട്ട് ഒരുപാട് ലേറ്റായി. അതായത് ഈ ഒരു സൈഡിൽ ഈ 2 സൈഡിൽ ഏറെക്കുറെ അടഞ്ഞു. താഴത്തെ 2 സൈഡ് എടുത്ത പല്ലിൻ്റെ ആ ഒരു ഗ്യാപ്പ് അടയാനായിട്ട് ഒരുപാട് ലാഗ് വന്ന് ഒരുപാട് നീണ്ട് കുറേ നാളിന് ശേഷമാണ് അത് കറക്റ്റായിട്ട് ഒറ്റ ഗ്യാപ്പ് പോലും ഇല്ലാതെ അടഞ്ഞത്. അപ്പോൾ പല്ല് ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്, ഓക്കെയാണ്. അപ്പോൾ ഇനി ഭയങ്കര എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. കമ്പി ഒന്ന് എടുത്തിട്ട് എൻ്റെ നല്ലൊരു പല്ല് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഇതുണ്ട് എടുത്ത് കാണണം എന്നുള്ളത്. ക്ലിപ്പിട്ടതിന് ശേഷം ഫേസ് നല്ല മാറുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഈ പഴയ ഫേസ് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം. പഴയ ഫേസ് എന്ന് പറയുമ്പോൾ ചബ്ബി ഫേസ് ആയിരുന്നു. ആ ചബ്ബി ഫേസ് അല്ല, ഒരു മീഡിയം ചബ്ബി പ്ലസ് ഈ ജോ ലൈൻസൊക്കെ കറക്റ്റായിട്ടൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. പിന്നെ വേറെ ഉണ്ട്, നമുക്ക് ഈ ഒറ്റക്കമ്പി ഇടണം. ഇത് എടുത്തൊന്നും പറഞ്ഞ് ഫ്രീ ആയിട്ടില്ല, ഒറ്റക്കമ്പി ഇടണം. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു ഫിക്സിങ്ങിൽ നിന്നൊരു മോചനം കിട്ടുമല്ലോ, അത്രയും സന്തോഷം. അപ്പോൾ നമുക്കിനി നേരെ ഡോക്ടറെ അടുത്തോട്ട് പോവാം. പിന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് അതുപോലെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ വേറൊന്നുമില്ല, ഇനി നമുക്ക് നേരെ പോവാം. പോയിട്ട് വന്ന് എൻ്റെ പിന്നുള്ള ഫേസ് എന്താണെന്നുള്ളത് റിസൾട്ട് ഞാൻ പറയാം, റിവ്യൂ ഞാൻ പറയാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ, അപ്പോൾ എന്താണ് സംഭവം എന്ന് ഒക്കെ ഉള്ളത് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ഇൻട്രൊഡക്ഷൻ കണ്ടവർക്കൊക്കെ എന്താണ് കാര്യമെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതെ, ഇന്ന് എൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് എടുക്കാൻ പോകുന്ന ദിവസമാണ്. 2 വർഷമായി ക്ലിപ്പ് ഇട്ടിട്ട്. ഇന്നാണ് അത് ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ പറയുക, ഞാനിങ്ങനെ കാത്തിരുന്ന് തന്നെയാണ് ഇതെങ്ങനെയെങ്കിലും ഡിമോൾഡ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ അതൊരു ഇത്ര പെട്ടെന്ന് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പെട്ടെന്നല്ല, 2 വർഷം കഴിഞ്ഞു, എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആൻഡ് ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഗെറ്റ് റെഡി വിത്ത് മീയുടെ കാര്യം. അപ്പോൾ അത് കാണുമ്പോൾ ഏറെക്കുറെ പേർക്ക് ചിലപ്പോൾ കത്തുമായിരിക്കും, ചിലർക്ക് കത്തത്തില്ലായിരിക്കും. എനിവേ ഇതാണ് സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിമോൾഡിങ്ങിന് പോകുന്നതിനുള്ളത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഉച്ചയ്ക്കാണ് കേട്ടോ. 2-2:30 മണിയൊക്കെ ആയപ്പോഴാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നല്ല വെയിലുണ്ട്, ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വെയിലറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് സൺസ്ക്രീൻ ഇട്ടാൽ പോരാ, ഒരുപാട് സൺസ്ക്രീൻ ഇടണം. ആൻഡ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സൺ അലർജി ഉള്ളതാണ്. അപ്പം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നത് സീനാവും. സോ അത് വെച്ചിട്ട് ഞാൻ ഫേസിലും മാത്രമല്ല നെക്കിലും കയ്യിലും എല്ലാം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ആൻഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡേംടോക്കിൻ്റെ PA+++ ഉള്ള സൺസ്ക്രീനാണ്. ആൻഡ് SPF 50+ ആണ് എൻ്റെ ഒരു സ്കിൻ ടോണിന് പറ്റുന്നത്. സോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡേംടോക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ യൂസ് ചെയ്യുന്നവർക്കെല്ലാം അറിയായിരിക്കും, ഫ്രേഗ്രൻസ് ഫ്രീ പ്ലസ് വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉള്ളൊരു അടിപൊളി സൺസ്ക്രീൻ തന്നെയാണ്. ആൻഡ് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീനും കൂടാണ്.
സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ മെയിനായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ജസ്റ്റ് ചെറിയതായിട്ടൊരു ടാൽക്കം പൗഡർ എടുത്തിട്ടിട്ട് ഫേസിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കാരണം എൻ്റെ ഫേസ് എന്ന് പറയുമ്പോൾ നല്ല ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ് എൻ്റെ സ്കിന്നെന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഇങ്ങനെ ഒരുങ്ങിയൊക്കെ ഒന്ന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിനും ഫേസ് ഫുള്ള് ഓയിലായിട്ടിരിക്കും. അപ്പോൾ ഞാനൊരു ദിവസം ജസ്റ്റ് ഇങ്ങനെ ടാൽക്കം പൗഡർ ഇട്ടപ്പോഴത്തേക്കിനും എനിക്കങ്ങനെ ഓയിൽ അധികം പുറത്ത് വന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിപ്പോൾ എവിടെയെങ്കിലും ഇതുപോലെ ഉച്ച സമയത്തൊക്കെ പോകുന്ന ടൈമിൽ ഇതുപോലെ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇതുപോലെ ടാൽക്കം പൗഡർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ചുമ്മാ ഒരു എന്താ പറയുക, ഒരു ബ്ലഷി ലുക്കും കൂടെ കിട്ടുമല്ലോ, അതും കൂടെ വെച്ചിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തു. ഐബ്രോസ് ഞാൻ ഫസ്റ്റ് ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ മസ്കാര ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താ പറയുക, എനിക്ക് ഫേസ് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യണം. കാരണം എനിക്ക് ഐബ്രോസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത് വെച്ചിട്ട് ഞാൻ ഐബ്രോസ് നല്ല രീതിയിൽ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ടച്ച് ചെയ്ത് നല്ല ഡാർക്കായിട്ട് വെച്ച് കൊടുക്കും. അതിനുശേഷം കണ്ണെഴുതി ഐലൈനർ വെച്ചിട്ട് എനിക്ക് ക്യാമറ നോക്കി എഴുതാൻ ഒട്ടും വശമില്ലാത്ത ആളാണ് ഞാൻ. എന്നാലും ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തു. പക്ഷേ എന്തോ നമ്മൾ സാധാരണ കണ്ണാടി വെച്ചിട്ടൊക്കെ ചെയ്യുന്ന അത്രയൊന്നും വന്നില്ല കേട്ടോ ഐലൈനർ ക്യാമറ വെച്ചിട്ട് ചെയ്യുമ്പോൾ. പിന്നെ എല്ലാ ഗേൾസിൻ്റെയും മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഒരു കണ്ണിൽ എഴുതി അടുത്ത കണ്ണിൽ വരുമ്പോഴത്തേക്കിനും മറ്റേ കണ്ണിനകത്ത് എഴുതിയതിൻ്റെ ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ അത് വലുതായിരിക്കും അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള രീതിയിൽ രണ്ട് ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒക്കെ എഴുതി വയ്ക്കുന്നത്. അതേ പ്രശ്നം എനിക്കും ഇവിടെ ഉണ്ടായി എനിക്കെപ്പോഴും ഉണ്ടത്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നൊരു പ്രോബ്ലമാണത് മേക്കപ്പിൻ്റെ കാര്യത്തിൽ. ഐലൈനർ എഴുതുമ്പോൾ രണ്ട് കണ്ണിൽ രണ്ട് രീതിയിൽ എഴുതി വയ്ക്കുന്നു എന്നുള്ളത്. എന്താ പറയുക, പിന്നെ ഇതിപ്പോൾ ക്യാമറയും കൂടെ നോക്കിയിരുന്നുകൊണ്ട് എന്തായാലും സ്വാഭാവികമായിട്ട് തെറ്റുമല്ലോ. അപ്പോൾ ഇവിടെ അത് തെറ്റിയിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്തു ഒക്കെ ചെയ്തതാണ്. അതിനുശേഷം മസ്കാര ഇട്ട് കൊടുത്തു. ഞാൻ മസ്കാര എപ്പോഴും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പോകുമ്പോഴോ യൂസ് ചെയ്യത്തുള്ളൂ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ജസ്റ്റ് മസ്കാര യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ യൂസ് ചെയ്യുന്നത് ഐലൈനർ ആണെങ്കിലും മസ്കാര ആണെങ്കിലും ഡാസ്ലറിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. എനിക്ക് മസ്കാര ബ്രഷ് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോഴാണ് ഐബ്രോസ് നല്ല ഷേപ്പായിട്ടും തിക്കായിട്ടും ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നോ, അത് ജസ്റ്റ് ഒന്ന് പടർന്നായിരുന്നു, അതൊന്ന് തുടച്ച് കളഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങനെ മസ്കാര വെച്ചിട്ട് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഹാഫ് മേക്കപ്പ് ഫില്ലായത് കണക്കാണ്. കാരണം ഐബ്രോസ് ഫില്ലായി കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, ഫുള്ളി ഓക്കെയാണ്. പിന്നെ ഒരു കുഞ്ഞ് പൊട്ട് വെച്ച് കൊടുത്തു. ഞാൻ ഇടുന്ന പൊട്ട് ഇതാണ് കേട്ടോ. ഞാൻ ഒന്നെങ്കിൽ ഈ ബ്ലാക്ക് കളർ ഇത്രയും റൗണ്ടിലായിട്ടൊരു പൊട്ടിടും, അല്ലെങ്കിൽ ഇതേ റൗണ്ടിലുള്ളൊരു വൈറ്റ് കളർ സ്റ്റോണിൻ്റെ പൊട്ടിടും. അല്ലാതെ പണ്ട് കുഞ്ഞിലേക്ക് ഇങ്ങനെ ഒരു പാമ്പിൻ്റെ രീതിയിലൊക്കെ വരച്ച് വയ്ക്കുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. എന്തായാലും പൊട്ടിട്ടു. ഇനി ലിപ്സ്റ്റിക്ക് ഞാൻ ഇടുന്നത് ഒരു പ്രത്യേക തരത്തിലാണ് ഞാൻ ഇടുന്നത്. കാരണം ഞാൻ 2 ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റിയാണ്. ഇപ്പം ഞാൻ ഇട്ട ഷെയ്ഡെന്ന് പറയുന്നത് കൊക്കോ 564 എന്ന് പറയുന്ന ഷെയ്ഡാണ്. സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ആ ഷെയ്ഡ് എൻ്റെ സ്കിന്നിന് ചേരുമെന്നും പറഞ്ഞ് വാങ്ങിയാണ്, ന്യൂഡ് ഷെയ്ഡാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇട്ടപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഒട്ടും ചേരില്ല, അത് ഒരുപാട് കളറും ഇല്ല എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങി, അപ്പോൾ അതിട്ടിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന റെഡ് കളർ ഒരു ഷെയ്ഡുണ്ട്, നല്ല പക്ക റെഡ് ഒരു ഷെയ്ഡുണ്ട്. അതും കൂടെ മിക്സ് ചെയ്തിട്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ചൊരു ബ്രൗണിഷ് റെഡ് കളറ് എൻ്റെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഷെയ്ഡ് എനിക്ക് നല്ല ചേരും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എവിടെ പോകാനാണെങ്കിലും യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് എപ്പോഴും ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ വരയ്ക്കില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് ടച്ച് ചെയ്തിട്ട് എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ലിപ്സിൽ ഇങ്ങനെ ഉരച്ച് കറക്റ്റാക്കി എന്താ പറയുക, എൻ്റെ ഒരു ഷെയ്ഡിനനുസരിച്ച് വെക്കുന്നത്. സോ അങ്ങനെയാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫേസ് മേക്കപ്പ് എന്ന് പറയുന്നത്. കണ്ണെഴുതുക, പിരികം എഴുതുക, പൊട്ടിടുക, മസ്കാര ആൻഡ് ലിപ്സ്റ്റിക്ക്. അത് കഴിഞ്ഞ് മുടി കെട്ടുക. മുടി ഞാൻ എപ്പോഴും ഒരു രീതിയിൽ തന്നെയാണ് കെട്ടുന്നത്. മിക്കവാറും ഉള്ളപ്പോൾ ഇങ്ങനെ സൈഡ് പാർട്ടീഷൻ, എനിക്ക് കുഞ്ഞിലോട്ട് സൈഡ് പാർട്ടീഷനാണ് കേട്ടോ. സൈഡ് പാർട്ടീഷൻ എടുക്കുക, 2 സൈഡായിട്ട് വെച്ച് ക്ലിപ്പ് കൂട്ടി സെക്യൂറാക്കി വയ്ക്കുക. ആൻഡ് ഇപ്പോൾ പിന്നെ കളറും കൂടെ ചെയ്തപ്പോഴത്തേക്കിനും കളർ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് കുളമായിപ്പോയി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ടാക്കിയും കൂടെ വയ്ക്കും. അപ്പോൾ ആ വൃത്തിയേടെന്നല്ല, ആ ഒരു കളറിൻ്റെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് പുറത്ത് കാണിക്കത്തില്ല. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യും. പിന്നെ ഫ്രണ്ടിലോട്ട് കുറച്ച് മുടി കൂടെ എടുത്ത്, എനിക്ക് ഒരുപാട് നെറ്റി ഉള്ളതുകൊണ്ട് ആ ഒരു വൃത്തിയേട് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സൈഡിലും ഫ്രണ്ടിലുമായിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുടി വെളിയിലോട്ടും കൂടെ എടുത്തിടും. അപ്പോൾ എന്താ പറയുക,
മുടിയുടെ കാര്യം ഇങ്ങനെയാണ്. മുടി ആൻഡ് ഒരുപാട് ഡ്രൈ ഹെയറും കൂടാണ്. ഇപ്പോൾ ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ഈ ഡ്രൈനെസ് ചെറുതായിട്ട് അതിനൊന്ന് മാറി തുടങ്ങിയത്. ഡ്രൈ ഹെയർ വെച്ചിട്ട് പണ്ടൊക്കെ ഒരുപാട് പാടായിരുന്നു. പണ്ടെന്ന് പറയുമ്പോൾ ലെങ്ത്തുള്ള മുടിയും കൂടെ ആയിരുന്നു. സോ ഇപ്പം ഞാൻ കട്ട് ചെയ്തതാണ്. നല്ല ലെങ്ത് ആയിരുന്നു മുടിക്ക്. കൊഴിയാനൊക്കെ തുടങ്ങിയ ശേഷം കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ എന്താ പറയുക ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ മുടിയൊക്കെ ചീപ്പി ഏറെക്കുറേയൊക്കെ ഒന്ന് ഷേപ്പാക്കിയൊക്കെ വെച്ചു. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ. പിന്നെ ഞാൻ ഒരു നോസ് പിൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നോസ് പിൻ വെച്ച് കൊടുക്കണോ വേണ്ടയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എന്തായാലും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. വെച്ച് കൊടുത്തപ്പോഴാണ് എനിക്ക് വേണ്ട. കാരണം ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെ, ആ ഒരു ഹെയർ സ്റ്റൈൽ, കോസ്റ്റ്യൂമും മേക്കപ്പ് അതിൻ്റെയൊക്കെ കൂടെ ആ ഒരു നോസ് പിന്നും കൂടെ ആകുമ്പോൾ എന്തോ സംതിങ് അതെന്തോ വലിയ ഭാരം അത് കയറിയിരിക്കുന്ന കണക്കൊക്കെ തോന്നുന്നു. സോ അത് വെച്ചിട്ട് നോസ് പിൻ ഫസ്റ്റ് ഇങ്ങനെ വെച്ചു, ഒന്ന് ക്യാമറ നോക്കി, വീണ്ടും ഒന്ന് കണ്ണാടി നോക്കി, ഇഷ്ടപ്പെട്ടില്ല. സോ അത് വെച്ചിട്ട് അതെടുത്ത് മാറ്റി. ആൻഡ് നോസ് പിൻ ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം ശരിയാവില്ല, കാരണം അതൊരുപാട് ബോറായി പോന്നു. സോ ഇനി നേരെ നമ്മൾ ഡെൻറ്റിസ്റ്റ് അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി നിന്ന് ഇങ്ങനെ ഒരുങ്ങി എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ക്യാമറ മുമ്പിൽ ഇങ്ങനെ ഷോ കാണിക്കുന്നത് എനിക്കെന്തോ ഒരു വീക്ക്നെസ്സാണ്. സോ അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോയിലിറങ്ങി നമ്മൾ ഓട്ടോയിൽ വെച്ച് വീഡിയോ എടുത്തു. പിന്നെ അവിടെ കാത്തിരിപ്പായിരുന്നു. A few hours later. അപ്പോൾ ഗൈസ്, പല്ലിൽ വാർത്തു 2 years 2 വർഷത്തെ കാത്തിരിപ്പ്. സോ ശരിക്കും കമ്പി എടുത്തപ്പോൾ ഫുള്ളി ചിരിക്കുന്നതിനകത്തൊക്കെ ഒരു മാറ്റം പോലുണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. നല്ല പുളിപ്പുണ്ടായിരുന്നു കേട്ടോ ഈ എന്താ പറയുക ക്ലീൻ ചെയ്ത സമയത്തും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും പല്ല് ഈ 2 സൈഡ് താഴത്തെയും മുകളിലത്തെയും പോർഷൻ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പുളിക്കുന്ന പോലെ തോന്നും. എനിക്ക് തോന്നുന്നു അതിനൊരു 2 ദിവസം കാണുമായിരിക്കും. ഞാൻ കമ്പി എടുത്തതിൻ്റേതായ ഒരു എന്തോ പോലെ ഇങ്ങനെ വായിൽ. എനിവേ നമുക്ക് ക്ലിനിക്കിനകത്ത് കയറാനോ എടുക്കുന്ന വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ലാതെ ആ വീഡിയോ കൂടെ എടുക്കാമായിരുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതില്ലായിരുന്നു. സോ അതുകൊണ്ട് അതെടുത്തില്ല. പിന്നെ ആസ് യൂഷ്വൽ കമ്പി എടുത്തു. ഇനിയിപ്പോൾ ഒറ്റ കമ്പി ഇടണം എന്ന് പറഞ്ഞു. അതിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഒറ്റ കമ്പിയായിട്ട് ഇടണം. BGM ഒക്കെ ഇട്ട് ഒരുപാട് വെറുപ്പിച്ചോ? എന്നാലും കുഴപ്പമില്ല, 2 വർഷം കാത്തിരുന്ന് കിട്ടിയതല്ലേ, അപ്പോൾ കുറച്ച് ആർഭാടമൊക്കെ ആവാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു മിനി വ്ളോഗ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയുടെ കാണാൻ. ടാറ്റാ.